നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാബിഷൻ്റെ എല്ലാവർക്കും ഷാബിഷൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും ആശംസകളും. ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിൽ കിടക്കാം. ഒന്നുമില്ല, ഇതിപ്പോൾ ആലുവ ബാങ്കിൽ മാർത്താണ്ഡ പാലത്തിൻ്റെ ബാങ്ക് കാർഷിക ബാങ്ക് മന്ദിരമെന്ന് അവൾ മലയാളീകരിച്ചിരിക്കുകയാണ്. മന്ദിരം എന്ന് പറഞ്ഞത് മലയാളമാണോ? എന്തുകൊണ്ടാണ് കാർഷിക ബാങ്ക് കെട്ടിടം? ബാങ്ക് എന്ന് വാക്കാൻ ഇംഗ്ലീഷും മലയാളവും എല്ലാം ഒന്നും കുഴപ്പമില്ല. കെട്ടിടമെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? മലയാളീകരിക്കണം എങ്ങനെ വേണ്ടേ? അത് നമുക്ക് ലജ്ജയാണ്. എൻ്റെ അച്ഛനാ കറുത്തവനല്ല എന്ന് മകൻ പറയും പോലെയാണ്. മകന് അഭിമാനം ഉണ്ടെങ്കിൽ കറുത്തവനും വെളുത്തവനും അച്ഛൻ തന്നെയല്ലേ? അതുപോലെ അതൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. മലയാളീകരിക്കുകയാണെങ്കിൽ കാർഷിക ബാങ്ക് കെട്ടിടം എന്ന് തന്നെ വേണം. അതുപോലെ നല്ലൊരു സ്കൂള് സീനിയർ സെക്കൻഡറി സ്കൂൾ. സീനിയർ എന്നാൽ മുതിർന്ന എന്നർത്ഥമാണ്. സെക്കൻഡറി ഹയർ സെക്കൻഡറിയാണ്, ഉയർന്ന എന്നാണ്. ഉയർന്നയും മുതിർന്നയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മറ്റെല്ലാവരും ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അല്ല, ഒരു സ്ഥാപനത്തിൻ്റെ ബസ്സിൽ എഴുതിയിരിക്കുന്നത് സീനിയർ സെക്കൻഡറി സ്കൂളാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. മറ്റ് ഹോളി മക്കയുണ്ട്, സെയിൻ മക്കയുണ്ട്. സെയിൻ മക്ക അത് വിശുദ്ധമായത്. ഹോളി മക്ക അത് അർത്ഥം ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണ്. എങ്കിലും മുസ്ലിങ്ങളിലാകുമ്പോൾ അത് ഹോളി എന്ന വാക്ക് ഉപയോഗിക്കാനാണ് കുറച്ചൊരു ഭംഗി, സെയിൻ്റെതിനേക്കാൾ കൂടി. അതൊക്കെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിട്ട് BJPയുടെ ഏകനാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫട്നാവിസ് ആകാൻ പോകണം. ഷിൻഡെയൊക്കെ വഹിച്ചത് അവരെത്ര ഭംഗിയായിട്ടാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെല്ലാം പ്രതിസന്ധി വന്നെങ്കിലും തരണം ചെയ്തത്. എന്തിന് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾക്ക് ഇങ്ങനെ ചിന്ത വരാതെ പോകുന്നു? ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ, വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ 10 വർഷം പോലുണ്ട് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള പരാതി, സംശയം. ഇപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തില്ല, കാരണം വ്യക്തമായിട്ട് തെളിവില്ല. കുറ്റപ്പെടുന്ന വലിയ അപകടത്തിൽ പോകുന്നത് സംശയം എന്നുള്ളതാണ്. അത് സത്യമാണ്, പറയാമല്ലോ. എന്നിട്ട് ഇത്രയും കാലം ഈ കോൺഗ്രസ് നേതാക്കൾ രാഹുലും പ്രിയങ്കൊക്കെ ഗാർഗയൊക്കെ മിണ്ടാതിരുന്നത്? ഡൽഹിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല, ജനനന്മ മാത്രമേ ഉള്ളൂ. ലക്ഷങ്ങൾ പങ്കെടുപ്പിച്ച് ഒരു സമരം നടന്നു. അതൊന്നും ഈ കോൺഗ്രസ് തിരിഞ്ഞു നോക്കില്ല. ഇന്നിപ്പോൾ ഗാർഗയുടെ ഒരു പ്രസ്താവനയുണ്ട്, ഞങ്ങൾ വീണ്ടും പദയാത്ര തുടങ്ങാണ് ഇലക്ഷൻ EVM-നെതിരെ. അപ്പോഴേക്കും എല്ലാം തീർന്നു. മഹാരാഷ്ട്രയും പോയി, മധ്യപ്രദേശും പോയി, ഗുജറാത്തും പോയി, രാജസ്ഥാനും പോയി, UP എല്ലാം പോയി. ഇനി എന്താ ഉള്ളത്? കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ നടന്ന്, കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന് കാശ്മീരിൽ കിട്ടിയ കാശ്മീരിൻ്റെ കോൺഗ്രസ് എവിടെയാ? കോൺഗ്രസ് ഉണ്ടോ? ഇപ്പോൾ ഇത് ജാർഖണ്ഡിൽ അവിടെ കോൺഗ്രസ് ഉണ്ടോ? അവിടെ JM മറ്റല്ലേ? പിന്നെ നിങ്ങൾ എവിടെയാണ് ഉള്ളത് കോൺഗ്രസ്? ഈ സോണിയ കോൺഗ്രസും അല്ലെങ്കിൽ ഈ ഗാർഗെ കോൺഗ്രസ് എവിടെയാണ് നിങ്ങൾ ഈ ഇന്ത്യയിലുള്ളത്? കേരളത്തിലില്ല. കേരളത്തിൽ വയനാട് നിന്ന് ജയിച്ചപ്പോഴേക്കും എന്തൊരു അർമാദിക്കലായിരുന്നു. അത് ഞാൻ അന്ന് പറഞ്ഞു, ബുദ്ധിയില്ലാതെ കഴുതകളോട് പറഞ്ഞല്ലേ എന്ന് പറയും. നിങ്ങൾ ചെയ്യുന്നത് 100% തെറ്റാണ്, മണ്ടത്തരാണ്. തുഗ്ലക്കിൻ്റെ ബുദ്ധി പരിഷ്കാരം പോലെയാണ്. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ്. അന്ന് ആ നിതീഷ് കുമാറിനെ കൺവീനറാക്കി മുന്നോട്ട് പോയതെങ്കിൽ ഇന്ന് ഇന്ത്യ ഭരിക്കായിരുന്നു. അന്ന് മമതാ ബാനർജി വാക്ക് കേട്ട് സംഭവിച്ചില്ല. മമതാ ബാനർജിക്ക് ആത്മാർത്ഥമായിട്ടൊന്നും ഇന്ത്യ വേണമെങ്കിൽ അധികാരത്തൊന്നും ഒരു ആഗ്രഹമില്ല. അവർക്ക് പശ്ചിമബംഗാൾ അവർ ഭരിക്കണം, ബാക്കി BJP ഭരിക്കുന്നുള്ളൂ. അതിൻ്റെ കാര്യത്തിൽ നിൽക്കണം. അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയുള്ള ആത്മാർത്ഥ ശുദ്ധഗതിയേ ഉള്ളൂ. മഹാരാഷ്ട്ര ആസാം പിന്നെ പശ്ചിമബംഗാൾ ബാക്കിയെല്ലാം BJP ഭരിക്കട്ടെ, പശ്ചിമബംഗാളിൽ ഞാനും ഭരിക്കട്ടെ, എനിക്ക് എൻ്റെ മകനെന്ന് പറയാൻ പോലും ഉള്ളൂ. അവർക്കൊന്നും ആത്മാർത്ഥയില്ല. കാരണം ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് തെറ്റുപറ്റിക്കില്ല, കോൺഗ്രസ് തിരുത്തി അവിടെ നിൽക്കേണ്ടത്. തെറ്റിയാത്ത ആരോ ഉള്ളത്? സോണിയാഗാന്ധിയിൽ നിന്ന് വീഴ്ച പറ്റി, 100% വീഴ്ച പറ്റിയിട്ട് സോണിയാഗാന്ധിയുടെ ഗ്രൂപ്പ് ഓരോരോ നേതാക്കളെയും കോൺഗ്രസ് വിട്ടുകളഞ്ഞ്
പ്രധാനപ്പെട്ട പലരും വിട്ടുകളഞ്ഞ് നശിപ്പിച്ചു. എങ്കിലും കോൺഗ്രസ് ആണ് വലുത്, രാജ്യമാണ് വലുത് ഇന്ത്യക്കാണെങ്കിൽ ഈ പറഞ്ഞ ശരത് പവാറും ഈ മമതയൊക്കെ എന്താ ചെയ്യണ്ടേ? കോൺഗ്രസ് ഇന്നുകൊണ്ട് തെറ്റ് തിരുത്തി പിടിച്ചെടുക്കാൻ നോക്കണ്ടേ? അത് ചെയ്യാൻ അവരൊരു സ്വാർത്ഥമായ രീതിയിൽ അവർ പിൻവലിച്ചു പോയി. ഇപ്പം എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലേ. ഇനി എവിടെ കൊണ്ട് തുടങ്ങും? സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും ദേഷ്യം കൊണ്ടും പറയും. ഇനി എവിടെ കൊണ്ട് കോൺഗ്രസിന്റെ ബേസ് എവിടെ? ഇനി വേർ ഇസ് ദ ബേസ്? ഇപ്പം ഡൽഹിയിൽ ഇലക്ഷൻ വരാൻ പോകണം. അവിടെ ഷീല ദീക്ഷിയെ പോലെ പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയാക്കാൾ ശ്രമം നടത്തണമൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അതൊക്കെ യുക്തിയാണ്, അതൊക്കെ വലിയ ബുദ്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണി ഡൽഹിയിൽ മത്സരിക്കുകയും ജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയും അവർ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരണം. ഇത് രാഹുൽ ഗാന്ധി ആകെ കൂടി പ്രധാനമന്ത്രിയായിട്ടാകെ വരുന്നത് അതല്ല ശരി. വാർഡ് മെമ്പർ, ജില്ലാ കൗൺസിൽ, MLA, MP അങ്ങനെ പടിപടിപടിയായിട്ട് വരണം. അങ്ങനെ വരേണ്ടത്. ഇപ്പം ഗുജറാത്തിൽ തന്നെ എത്രയോ വർഷം മോഡി ഈ മുഖ്യമന്ത്രിയായിട്ട് വർക്ക് ചെയ്ത് തെറ്റുകളും കുറ്റങ്ങളും പറയാനുണ്ടൊക്കെ ഇല്ലെന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷമാണ് പ്രധാനമന്ത്രി വന്നത്. ഇത് ചെറുക്കന് എന്താണ് ആകെ കൂടി പ്രധാനമന്ത്രിയാണ് കിട്ടണം, വേറെ ഒന്നും ആകാൻ പറ്റില്ല. അങ്ങനെയല്ല, മന്ത്രി നിന്ന് മുഖ്യമന്ത്രിയായി അങ്ങനെ കുറെ പരിചയം വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊന്നും ചെയ്യാത്തൊരു കാരണം രാഷ്ട്രീയം അറിയില്ല. ഈ അമ്മയുടെ വല്യപ്പൂപ്പൻ്റെ എൻ്റെ പൂപ്പൊക്കെ ആനയുണ്ടായിരുന്നു എന്താ വൈക്കം മുഹമ്മദ് പറഞ്ഞല്ലേ. ഉപ്പൂപ്പൻ്റെ പേരും വന്നിട്ട് കാര്യമുണ്ടോ? ജനങ്ങളിലൊക്കെ ഇറങ്ങി ചെന്ന് വോട്ടുണ്ടാക്കണ്ടേ? ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാവിന് ഒരൊറ്റ പര്യായമുള്ളൂ, അലസൻ മണ്ടരുന്ന്. അലസന്മാരെ പണിയാണ് ഈ ആൾക്കൂട്ടം. പണിയെടുക്കണ്ടല്ലോ, വീഴ്ച മതി. പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളെങ്കിൽ ഒക്കെ ശരിയാണെന്നേ. അന്നൊക്കെ പണ്ട് കാലത്ത് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് പ്രവൃത്തിയോടൊന്നുമില്ല, വേറൊരു ചോയ്സ് ഇല്ല. ഇപ്പൊ ചോയ്സ് എന്ന് മാത്രമല്ല, കോൺഗ്രസ് ശക്തമായ എതിർ പാർട്ടികളുണ്ട്. അങ്ങനെ നിതീഷിനാക്കിയില്ല. എന്താ നിങ്ങൾ കാണുന്നത്? ഇനി നിങ്ങൾ ഏത് ബേസിൽ തുടങ്ങും? ഏത് സ്റ്റേറ്റിലും തുടങ്ങും? തമിഴ്നാടുണ്ടോ? വെസ്റ്റ് ബംഗാളില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ആസാമിലൊന്നും ഇല്ലല്ലോ. പിന്നെ ഏത് സ്റ്റേറ്റ് നിങ്ങൾക്ക്? കേരളം ഇല്ല, കർണാടകയാണ് ആകെ ഉള്ളത്. ആ കർണാടക ഉള്ളതിൻ്റെ കാരണം അത് ആ ഇദ്ദേഹത്തിൻ്റെ ശിവകുമാറിൻ്റെ ബുദ്ധിയും കഴിവാണ്. ഹരിയാന പോകേണ്ട കാര്യമുണ്ടോ? മഹാരാഷ്ട്ര പോകേണ്ട കാര്യമുണ്ടോ? മഹാരാഷ്ട്ര പോയിന്ന് മാത്രമല്ല, എത്ര അട്ടർലി ഫെയിലിയർ ആയിപ്പോയില്ലേ. ജയം തോൽവി കയറും. എത്രയാണ്? ഒരു 55-45 അല്ലെ 58-42 അല്ലെങ്കിൽ 60-40. ഇതൊക്കെയാണ് പ്രതിപക്ഷം തോൽവി, ഭരണപക്ഷ തോൽവി. ഇതാണോ 10% സീറ്റ് തോൽവി? അത് എത്ര സീറ്റ് നമ്മൾ ചോദിച്ചു, എൻ്റെ എത്ര കിട്ടി? ഞാൻ ഇന്നലെ പറഞ്ഞ ലാലുവിൻ്റെ ബീഹാറിൽ 100 സീറ്റ് ചോദിച്ചാൽ 20 സീറ്റിൽ കിട്ടുള്ളൂ. ഇതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങൾക്കറിയില്ല. ആ രാഹുലെ നിങ്ങളിത് നേതൃത്വം കൊടുത്തുകൊണ്ട് എങ്ങനെ ഈ ശക്തമായ 100 വർഷത്തെ സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള അവർ നിങ്ങൾക്ക് എങ്ങനെ പിന്നെ കീഴ്പ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ തോൽപ്പിച്ച് ഭരണം ഉണ്ടാക്കാൻ പറ്റും? സാധിക്കില്ല, നെവർ. അതെന്നാലും പറഞ്ഞാൽ ഒറ്റ വീണ്ടും പറയുന്ന വെച്ചാൽ ഇന്ത്യ രാജ്യം നിലനിൽക്കാം. ഇതിപ്പോൾ നിലനിൽക്കാതെ നശിച്ചു പോകണില്ല മൊത്തം. ഇപ്പം UP-യിൽ കണ്ടില്ലേ, പള്ളിക്കേസ്, മറിച്ച കേസ്, വെള്ള കേസൊക്കെ ഇട്ട് പട്ടാളും വെടിവയ്ക്കുക. അപ്പം അരിഷ്ടാവസ്ഥയില്ലേ, വളർച്ചയൊന്നുമില്ലേ? നിങ്ങൾ ഏറ്റവും കൊത്തിപ്പോണ പിന്നെ ശശി തരൂർ എവിടെ പോയി? ആളത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ശശി തരൂർ. എവിടെ? മഹാരാഷ്ട്ര ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു? അദ്ദേഹം ശബ്ദം കേൾക്കാനുണ്ടോ? 2 വഞ്ചിൽ കാലി കുട്ടിയൊക്കെയാണ്. എപ്പോൾ വേണമെങ്കിലും BJP പോകാവുന്ന രീതിയിൽ ആൾക്കാരോട് പറയിപ്പിക്കുകയാണ്. അങ്ങനെ പറയാവോ? ഇവർക്കെല്ലാം ഒറ്റ പ്രസ്താവന മതി. നിങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കോൺഗ്രസ്, ഈ നേതാക്കൾക്കെല്ലാം ഒരൊറ്റ പ്രസ്താവന മതി. എന്താണ്? ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ BJP നയിക്കുന്ന മോഡിയായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ചന്തിലെ തൊടിയും തൂത്ത് അങ്ങോട്ട് പോകാം. ഒരു വാര്യരും കൂടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. എത്ര പേര് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു? എത്ര പേര് പോകും? ഇനിയിപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? പിന്നെ രാജ്യസഭയും ഭൂരിപക്ഷമായി,
പാർലമെൻറ്റിൽ ഭൂരിപക്ഷമായി ചന്ദ്രബാബു നായിഡും അല്ലെങ്കിൽ നിതീഷും രണ്ടുപേർക്കൊക്കെ എന്ത് പിടിക്കാൻ പറ്റും? അവരിനിയിപ്പം എന്തെങ്കിലും കാര്യം പുറത്തു പോയാൽ അപ്പോൾ ഇപ്പുറത്ത് വിലയെടുക്കും. ഇതാണ് സംഗതി. ഇന്ത്യ മഹത്തായി ഇന്ത്യൻ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇന്ത്യയിൽ ആരാണ് ഉത്തരവാദി? എന്താണ് അതിന് കാരണം? എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം? ഇതല്ലേ ഈ രാഹുലിന് അറിയാവോ? പ്രിയങ്കയ്ക്ക് അറിയാവോ? ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടാൽ മതി. ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മനസ്സിലാവും രാഹുലിൻ്റെ പ്രിയങ്കയുടെ കഴിവ്. കാരണം വീണ്ടും പറയുന്നതാണ്, എന്നോട് ആൾക്കാർ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന വലിയ യുക്തിയാണ്, ഇതെന്ത് ഈ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നതാണ്. 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അതിന് പ്രതിപക്ഷ നേതാവിലും പ്രധാനമന്ത്രി അങ്ങനെ ആഗ്രഹിക്കുന്ന ആള് ഈ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ വന്ന് ഇവിടുന്ന് ജയിച്ച് പാർലമെൻറ്റിൽ എത്തുക എന്നപ്പോൾ എളുപ്പവഴി ക്രിയയല്ലേ? ഇന്നലെ എൻ്റെ പ്രസംഗം കേട്ട് എത്ര പേരെന്നാൽ ഓരോ സംശയം ചോദിക്കും മെസ്സേജ് പോയിട്ട്. ഇത് വലിയൊരു പോയിന്റാണല്ലോ ഷാ. നിങ്ങൾ ഇത് മറ്റേ ഇന്ത്യയിൽ കോൺഗ്രസ് ആരും മിണ്ടാത്തെന്താ? അവർക്ക് അറിയില്ല ഈ കാര്യം എന്നാണ്. അറിയില്ല, അവർക്കെല്ലാം താല്പര്യമുള്ളൂ. എന്ത് സന്തോഷമാണ് കേരളത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എറണാകുളത്ത് വയനാട് വന്നുകൂടി. ലീഗർക്ക് എന്തൊരു സന്തോഷമായി. അവർ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗാണ് എങ്കിൽ ഓക്കെ, സമ്മതിച്ചൊരു കുഴപ്പമില്ല. ഇന്ത്യൻ കേരള കോൺഗ്രസ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് കുഴപ്പമില്ല. ഇത് ഇന്ത്യ എന്നുകൊണ്ട് കേരളം അല്ല സുഹൃത്തുക്കളെ. നിങ്ങളിത് മനസ്സിലാക്കാത്തത്. മണ്ടനായി ഞാൻ പറയുന്നതെന്ന് കേട്ട് എൻ്റെ ഈ സംഭാഷണക്കാർക്ക് ഇത് ലോകം മുഴുവൻ പോകുന്നതാണ്. എത്ര ആൾക്കാരാണ് എഴുതിയും ഫോണിൽ കൂടിയും മെസ്സേജ് അയച്ചു വെക്കുന്നത്. ഈ ഒരു വലിയ പോയിന്റ് എവിടെ? ഈ കേരളത്തിലെ നെറികെട്ട കോൺഗ്രസ് നേതാക്കൾ എവിടെ? ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ. ഈ പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് എല്ലാത്തതും ഉണ്ടല്ലോ പേരെങ്കിലും. അപ്പോൾ ഒരാൾക്കെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ, രാഹുലെ നിങ്ങൾ അവിടെ പോയി നിൽക്കില്ലേ, പ്രിയങ്ക നിങ്ങളവിടെ പോയി നിൽക്കില്ലേ? നിങ്ങൾ നിന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം മറ്റൊരു സീറ്റിലും വടക്കേ ഇന്ത്യയിൽ നിന്ന് ജയിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് നമ്മൾ രേഖാമൂലം ഉറപ്പ് കൊടുക്കല്ലേ? അത് അണ്ടർസ്റ്റുഡല്ലേ? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യൻ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഒരാൾക്കെങ്കിലും ഇതെന്തേ പോയിന്റ് തിരിയാതെ പോയി? ഈ നിങ്ങൾ എങ്ങനെ ഇനി ഇന്ത്യയിൽ BJP താഴെ ഇറക്കി ഈ ഭരണത്തിൽ വരും? അപ്പം നിങ്ങൾക്കൊന്നും ഭരണത്തിൽ വരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആധിപത്യമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സുഖസൗകര്യം ജീവിക്കണം, കോടികൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് കണ്ടില്ലേ, ഒരു കേരളത്തിൽ പോലും പെട്രോളിന് വില വർദ്ധിച്ചിട്ട് ഒരു സമരം ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി BJP ഭരിച്ചപ്പോഴേ ഈ നമ്മുടെ ശോഭാ സുരേന്ദ്രനൊക്കെ കാളവണ്ടി ഉദ്യോഗം വന്നത് എന്തെങ്കിലും ആയിട്ട് അത്രയെങ്കിലും അവർ കാണിച്ചല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരള ഘടകം ഒരു സമരം അതിനെതിരെ ഈ സുധാകരനും സതീശനും മറ്റ് എല്ലാ തങ്ങന്മാരും ഒക്കെ ചേർന്ന് ഈ പെട്രോൾ വില വർധനവിനെതിരെ ഒരു സമരം കേരളം നടത്തിയിട്ടോ? എന്താ നടത്താത്തത്? കേരളം ഭരിക്കുന്ന കക്ഷിക്ക് ടാക്സ് ഐറ്റത്തിൽ കോടികൾ കിട്ടും. കേരളം ഭരിക്കാത്ത പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിക്ക് കമ്പനികൾ കോടികൾ സംഭാവനയായിട്ട് കൊടുക്കും. പിന്നെ അവർക്കെന്ത്? അവർക്കാണെങ്കിൽ MLAക്ക് MP-ക്കൊക്കെ ഇഷ്ടം പോലെ പെട്രോൾ ഫ്രീ ആയിട്ട് കിട്ടും. എത്ര സുഖസൗകര്യം ഒരു MP MLA. പിന്നെ അവരെന്തിനു സമരം ചെയ്യണം? അനീതി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട് ഇത്രയും വില കുറഞ്ഞിട്ട്? കാരണം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, $40 $140 ഉണ്ടായിരുന്നപ്പോഴാണ് $60-65 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പെട്രോളിന്. അത് $39 വരെയും വന്ന് കുറഞ്ഞു. എന്നിട്ടും ആ 110 ഒരു പൈസ ഓർക്കുന്നുണ്ടോ? ഇതിനെതിരെ ഇന്ത്യയിൽ ജനകോടികൾ, കാരണം ഇപ്പോൾ ഈ 2 വീലർ ഇല്ലാത്തത് ആരോ ഉള്ളത്? വളരെ എത്ര ലക്ഷക്കണക്കിന് 2 വീലറുകളാണ് ഇന്ത്യയിൽ ഇറക്കിയേക്കുന്നത്. ഞങ്ങൾക്ക് ബസ് സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ, ബസ് സമരമൊന്നുമില്ല, വന്നു കഴിഞ്ഞാൽ പണ്ട് ഈ ടെമ്പോ ഇറങ്ങുന്നില്ല. എല്ലാവർക്കും വണ്ടിയുണ്ട്. ഒരു വീട്ടിൽ 3 വണ്ടി 4 വണ്ടിയുണ്ട്. ഒരാൾക്ക് 2 കാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്രോളിന് വില വർധനവ്, അതിനെതിരെ സമരം ചെയ്ത് ഈ ആൾക്കാർ കൂടി നമ്മുടെ കൂടെ നിൽക്കൂലേ? നീ കോൺഗ്രസ് അല്ലെ UDF LDF ഭരിക്കാക്ഷി LDF ഒരു സമരം കേന്ദ്രത്തിനെതിരെ ചെയ്തിട്ടുണ്ടോ? സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ ജനങ്ങൾ? ഇവരൊന്നും ഇന്ത്യയിൽ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ സാധാ ജനങ്ങൾക്ക് വേണ്ടി അല്ല എന്ന്
വളരെ വ്യക്തമല്ലേ, പകൽ വെളിച്ചം പോലെ. ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. ഞങ്ങളിപ്പോൾ ഈ മണ്ടന്മാർക്ക് വരെ തോന്നിയല്ലോ 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രമല്ല, അത് ലീഗിന്റെ പച്ചക്കൊടിയിൽ ലീഗിന്റെ കാലിൻ്റെ അടിയിൽ ഇടയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥവ്യത്യാസം വരും. കാലിൻ്റെ അടിയിൽ വന്ന് വേണം പാർലമെന്റിൽ പോകാൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് തുല്യല്ലേ. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കൊല്ല ചെയ്യല്ലോ. ആ മനുഷ്യ എല്ലാ വീറ്റും പോയി ഓടി. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം 50 സീറ്റ് 100 കിട്ടിയില്ല. 100 അവിടെ 250 കിട്ടി ഭരിക്കായിരുന്നു ഈ ഒരു ഇതില്ലെങ്കിൽ. അത്ര കണ്ട് BJP മുന്നണി BJP സർക്കാരും ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് നിൽക്കായിരുന്നു. എന്നിട്ട് 50 ഇരട്ടിയാക്കിക്കൊണ്ട് BJPക്ക് ഭരിക്കാൻ കൊടുത്തു. സുധാകരൻ എവിടെ? സതീശൻ എവിടെ? പണ്ട് ഉമ്മൻചാണ്ടി ആണെങ്കിൽ അന്തോണി ഇപ്പോൾ ജീവിച്ചിട്ടുള്ളൂ. അന്തോണി ഇപ്പോഴും ജീവനുണ്ടല്ലോ, മരിച്ചിട്ടില്ല. ഈ അന്തോണിക്ക് പറയാൻ പാടില്ലേ? അന്തോണിക്ക് അത് മനസ്സിലായില്ലേ? രാഹുലെ, അത് തെറ്റാണത്. നിങ്ങളൊരു വലിയൊരു കീഴ്വഴക്കുണ്ടാക്കും. അത് അപകടമാണ്. കോൺഗ്രസിന് പാർട്ടി സംബന്ധിച്ച വലിയ ക്ഷീണം ചെയ്യും. നിങ്ങൾക്ക് ക്ഷീണം ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ അന്തോണിക്ക് സാധിച്ചില്ലെങ്കിൽ ഈ അന്തോണിയല്ലേ മണ്ടനല്ലേ പോകും. അന്തോണിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. എന്താണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പ് പറയുന്നത്? 540 വീണ്ടും തന്നെ പറയാണ്. കാരണം 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവായ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതൽ 2 നേതാക്കളാണ് രാഹുലും പ്രിയങ്കയും. ഏറ്റവും മുതൽ 2 നേതാക്കൾ. കഴിവില്ലെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. അവർക്ക് ഈ മുസ്ലിം ലീഗിന്റെ കാലിന്റെ ഇടയിലെ കാലടിയിൽ കിടക്കുന്ന വയനാട് വന്ന് മത്സരിക്കാൻ ജയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞില്ല. അത്രയും വലിയൊരു നാണക്കേടും ഒരു അപകടവും. എന്നിട്ട് എന്ത് ഈ അന്തോണിക്ക് പോലും മനസ്സിലാകാത്തത്? മറിച്ച് ഒരു കാര്യം പറയാ, ശ്രീമതി കരുണാകരൻ ഉണ്ടായതെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായതെങ്കിൽ സമ്മതിക്കില്ല. അറ്റ്ലീസ്റ്റ് രാജീവ് ഗാന്ധി ഉണ്ടെങ്കിൽ പോലും സമ്മതിക്കില്ല. അവർക്ക് കുറേ ഉണ്ട്. ഈ രാഹുൽ മുതൽ ഇങ്ങോട്ട് ഈ അന്തോണി മുള്ള മണ്ട ശിരോമണികൾക്ക് അതൊന്നും മനസ്സിലാവില്ല എന്താ എൻ്റെ അപകടമെന്ന്. കഥയിൽ പറഞ്ഞ വഞ്ചാസ്ത്രമല്ലേ, അതിൽ അടങ്ങിയിരിക്കുന്ന അപകടം എന്താണെന്ന്, അപകടാവസ്ഥ എന്താണെന്ന്, നാളെ ചരിത്രം എന്ത് ചെയ്യുമെന്ന് ഇതുവരെ ആനണിക്ക് പോലും മനസ്സിലായില്ല. അതിനൊരു രക്ഷപ്പെടുന്നില്ലല്ലോ. ഇപ്പോഴും കേസ് വേണമെങ്കിൽ സന്തോഷിക്കുകയാണ്, അർമാദിക്കുകയാണ്. വയനാട്ടിൽ 4 ലക്ഷം വോട്ട് ഭൂരിപക്ഷം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു MP ആയാൽ മതിയെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. കേരളം മാത്രമാണ് ഇന്ത്യ എങ്കിൽ കുഴപ്പമില്ല. ഇനി മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ലീഗ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇന്ത്യ എന്ന് വലിയ രാജ്യമല്ലേ. കേരളത്തെക്കാൾക്ക് എത്രയോ കേരളത്തിൽ 20 സീറ്റുള്ളൂ. 521 503 സീറ്റ് വേറെ കിടക്കാണ്. ഇനി വേറൊരു അപകടം പറഞ്ഞുതരാം UDFന് പറ്റുന്നത്. അത് ആവർത്തിക്കും. എന്താ അറിയോ? അവിടെ പത്മരാജൻ ഇവിടെ കൊല്ലം ജില്ലയിൽ അതേ APC പ്രസിഡന്റൊക്കെയായിരുന്നു. ഇവിടെ പത്മരാജൻ എന്നല്ലേ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ തോൽക്കും. ഇപ്പോഴത്തെ സീറ്റിൽ യൂനസ് നിന്നാൽ തോൽക്കും. 2 കൂട്ടരും കാല് വരും. അവിടെ കുറച്ച് ചോമാരുണ്ട്, ഇവിടെ കുറച്ച് കാക്കമാരുണ്ട്. 2 കൂട്ടരും സംശയത്തിന് പേരിൽ കാല് വാരും തീ 2 തോൽക്കും. അതിനുശേഷം PKK ബാവയെ കൊണ്ട് നിർത്തിയല്ലോ. PKK ബാവയെ കൊണ്ട് കൊല്ലം ജില്ലയിൽ നിർത്തിയപ്പോൾ ബാവയും ജയിച്ച് പത്മചേട്ടൻ ജയിച്ചു. അദ്ദേഹത്ത് യൂനസ് മലപ്പുറത്ത് പോയി നിന്ന് ജയിപ്പിച്ചു. ഇപ്പം അതുപോലെ ഇബ്രാഹിം കുഞ്ഞിനെ പറ്റി നടക്കുക. മകനെ ജയിപ്പിച്ചെടുക്കണം. എന്താ ഡിമാൻഡ്? മലബാറിൽ എവിടെ സീറ്റ് കൊടുക്കുന്നതാണ് കുഞ്ഞാലി വിട്ട് കാലെ പിടിക്കുന്നത്. കാരണം തെക്ക് നിന്നൊന്നും ജയിക്കില്ല. അവർ ആ ഘട്ടത്തിലെത്തി. ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് എന്തെങ്കിലും ആത്മാസം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്തെങ്കിലും ആത്മാസനായത്, കോൺഗ്രസ് പറ്റിക്കാരല്ല, അവർക്ക് മുസ്ലിം മാത്രമല്ല എല്ലാം ഉള്ളേ. ആ മട്ടാഞ്ചേരി സീറ്റ് ഡിവിഷൻ വർദ്ധിപ്പിച്ചോട്ടെ, പേര് മാറ്റ കാര്യമുണ്ടോ? മട്ടാഞ്ചേരി പേര് മാറ്റി കൊച്ചിന്നാക്കി. ആകെ ഒരു പേരുണ്ടായിരുന്നു ഈ മട്ടാഞ്ചേരി എന്നാണ്. ഡിവിഷൻ വർദ്ധിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല. ആ കുഞ്ഞാലി ബാങ്കുഞ്ഞ് സാഹിബിനെ സംബന്ധിച്ച് അന്ന് കളമശ്ശേരി ഷുവർ സീറ്റായപ്പോഴേ അദ്ദേഹം നില ക്ലിയറായി. പിന്നെ ആര് ഒന്നാന്താ പോയാന്താ? മട്ടാഞ്ചേരി കൊച്ചി വിട്ടുകൊടുത്ത സീറ്റ് വിട്ടുകൊടുത്ത്. അപ്പോൾ കളമശ്ശേരി പോയി. ഇനിയിപ്പോൾ പിന്നെ ആകെ ഉള്ളത് 2-3 പേരൊക്കെ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ പേരെടുത്ത് പറയാം. ഇവിടെ എന്താ കാര്യം അറിയോ? ഒരു പരിപാടിക്ക് ഒരു സമുദായത്തിൻ്റെ ഒരു ഹാളിന്
ചെന്നപ്പോൾ 2-3 ക്രോസ് വെച്ച് അത് പാർട്ടികൾക്ക് കൊടുക്കില്ല. സാറേ പാർട്ടി മാറ്റാം. പിന്നെയുണ്ടല്ലോ വിഷയം, അത് പോളിസി, അതെന്താണ്, അത് ന്യൂനപക്ഷക്കാരാണ് അതിൻ്റെ പേര്. ഇതിങ്ങനെ നിൽക്കുന്ന കാലമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വരുന്ന അസംബ്ലി ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷൻ പോട്ടെ, ഒരു ഇലക്ഷനിൽ പല മുഖങ്ങൾ ഇന്ന് അസംബ്ലിയിൽ ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കാത്ത പ്രതിപക്ഷ പല മുഖങ്ങൾ അസംബ്ലി വരെയും ചെയ്യും. കാരണം അത്ര കണ്ട് ധ്രുവീകരണം നടന്നു ഇന്ത്യ കേരള രാഷ്ട്രീയത്തിൽ. ധ്രുവീകരണം, വളരെ ധ്രുവീകരണം. ജയശങ്കർ ചക്കാശ്ശേരിയാണ്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള 3 ഡിവിഷനിൽ 2 ഡിവിഷൻ ചേർന്ന് മറ്റു ഡിവിഷൻ ഒതുക്കാൻ വേണ്ടി എത്ര ആഴത്തിൽ പ്രവർത്തി നടത്തിയത് 100% പ്രവൃത്തി വിജയിച്ചിരിക്കുകയാണ്. ഇതൊന്നും ലീഗ് മനസ്സിലാകുന്നില്ല. ലീഗിന് ചിലർ മുസ്ലിം അല്ലാത്ത ആൾക്കാർ എന്തൊരു പാലി അടിക്കുന്നതാണ്. പാലി അടിച്ചോട്ടെ, അത് വെച്ച് കിട്ടുമെന്ന് ഇപ്പം കാണാം നിങ്ങൾക്ക്. അവർ സേഫാണ്. മലപ്പുറത്ത് 2 പാർലമെൻറ്റ് സീറ്റും 6-8 അസംബ്ലി സീറ്റും സേഫാണ്. പിന്നെ അവർക്കെന്താ? അതല്ലല്ലോ സമുദായത്തിക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് അല്ല കൂടുതൽ കൊടുക്കുന്ന പറയും. എല്ലാ ജനങ്ങൾക്കും അവരുടെ സംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ വേണം. എവിടെ? തെരഞ്ഞെടുപ്പിൽ വേണം, പഠനത്തിൽ വേണം, ഉദ്യോഗത്തിൽ വേണം, അത് പൊതു സ്വകാര്യ മേഖല വേണം. അപ്പോഴാണ് ഒരു നീതി ആവുള്ളൂ, സോഷ്യൽ ജസ്റ്റിസ് ആവുള്ളൂ, സാമൂഹ്യ നീതി ആവുള്ളൂ, വോയിസ് ഫോർ വോയിസ്ലെസ് ആവുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും എല്ലാ വിഭാഗം ജനങ്ങളും വളരുമ്പോഴേ ആ രാജ്യത്തിന് പുരോഗതി ആവുള്ളൂ. അല്ല ഒരു വിഭാഗം മാത്രം വളർന്നാൽ, അല്ലെങ്കിൽ ഒരു മേഖല മാത്രം വളർന്നാൽ അത് പുരോഗതിയല്ല. ഉദാഹരണം, ഞാനിപ്പോഴും സംസാരിക്കുന്നു, സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത രൂപമാണ്, എൻ്റെ ഒരു കയ്യോ കാലം താഴ്ന്നു പോയിക്കിട്ട് തീർന്നില്ലേ? അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി. അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മേഖലകളിലുള്ള ജനങ്ങളും വളരുമ്പോഴാണ്, വികസിക്കുമ്പോഴാണ് ഇതൊരു വികസിത രാജ്യമാണ് എന്നുള്ള പര്യായം, ഡെഫിനിഷൻ. ഇന്ത്യയിൽ അങ്ങനെയില്ല. ഏറ്റവും വലിയ പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ നിന്ന് രാവിലെ സിറ്റിയിലേക്ക് ഒഴുകും, സിറ്റിയിൽ നിന്ന് വൈകിട്ട് ഗ്രാമത്തിലേക്ക് ഒഴുകും. എന്താണ്? എന്തെങ്കിലും പണി കിട്ടണമെങ്കിൽ സിറ്റിയിൽ വേണം, അവർ കിടക്കണമെങ്കിൽ അവന് ഗ്രാമത്തിൽ പോകണം. അതാണ് രാവിലെ സിറ്റിയിലേക്കും വൈകിട്ട് സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്കും ജനങ്ങൾ ഒഴുകുന്ന ഈ ബസ് തിരക്ക്. അതിനൊക്കെ ഞങ്ങളൊരു സംവിധാനം പറഞ്ഞു, വ്യവസായക്കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് 2 മണി വരെ ഓഫീസുകളും 2 മണി കഴിഞ്ഞ് രാത്രി 12 വരെ വ്യാപാര സ്ഥാപനങ്ങളും. അതിൽ ട്രേഡ് റെവല്യൂഷൻ എന്നാണ്. ഇവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി, ഓറഞ്ച് വിപ്ലവം ഉണ്ടായി, കാർഷിക വിപ്ലവം ഉണ്ടായി, വ്യവസായ വിപ്ലവം ഉണ്ടായി, എന്തെല്ലാം വിപ്ലവം ഉണ്ടായി ലോകത്തുണ്ടായി. പക്ഷേ ഈ ട്രേഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞത് വ്യാപാര വിപ്ലവം അതുണ്ടായി. അതാണ് ഞങ്ങൾ പറഞ്ഞ് ഈ 2 മണി വരെ ഓഫീസുകളും 2 മണിക്ക് ശേഷം ബിസിനസ് സ്ഥാപനങ്ങളെന്നുള്ളത്. അതൊക്കെ വലിയൊരു പോസ്റ്റ് മോഡേൺ ചിന്താഗതിയാണ്. ഇതിനു വേണ്ടി സെമിനാർ നടത്തി ഒരു പരിപാടിയൊക്കെ കേരളത്തിൽ വെച്ച് വീക്ഷണം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഈ ലേഖനം വന്നു. പക്ഷെ അതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ്റിന്, ഇവിടുത്തെ വ്യാപാരികൾക്ക് പറ്റില്ല. വ്യാപാരികളെന്ന് പോയി അണ്ണാനെ പോലെ എല്ലാവരും കടയിൽ മുന്നിൽ നിൽക്കുകയാണ്. ആരും വരുന്നില്ല. കുറേ കടയിലിരിക്കും, പിന്നെ പുറത്ത് നോക്കിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും വ്യാപാര വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞത്? അതിന് നേട്ടം എന്താണ്? അത് ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞില്ല. നാളെ പറയുന്നത് വ്യാപാര വിപ്ലവത്തെക്കുറിച്ചാണ്, ട്രേഡ് റെവല്യൂഷനെ കൊണ്ട്. അത് A to Z ഒരു 10-25 മിനിറ്റ് പറയാം. അപ്പോൾ ഏതായാലും കുറ്റം പറഞ്ഞിട്ട് കടന്നു പോകുന്ന അറിയാം. എങ്കിലും പനി വരുമ്പോൾ പനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുട്ടി കരയും, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുട്ടി കരച്ചിൽ ഒഴിവാക്കുകയാണ്, ഇഞ്ചക്ഷൻ ഇതിൽ പനി മാറുമോ? അതുപോലെ ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ചതിയും വഞ്ചനയാണ്. ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് പറയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഇന്ന് വരെയുള്ള വിലയിരുത്തലും പ്രവൃത്തിയും ബുദ്ധിപൂർവ്വമല്ല, കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമാക്ക്. ആ ശിവകുമാറിന് ചാർജ് ഏൽപ്പിക്ക്. അല്ല, ഇനി ശരത് പവാറിനെ നമ്പിയിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തൊന്നും അദാനിയും ഗ്രൂപ്പും മറ്റേ റിലയൻസൊക്കെ ഒഴിവാക്കിയോ പഞ്ചാബ് ലോബി ഒഴിവാക്കിയോ നോക്കാൻ പറ്റില്ല. രാജധാനിയൊന്നും അല്ല, അവർക്ക് ആ ബിസിനസ് ലോബിയാണ്. അതുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരാൾ നന്ദി. ജയ് ഹിന്ദ്.